മേഘ നീ സമയം കളയാതെ പോയി ഇട്ടിട്ട് വാ. നമുക്ക് എന്തൊക്കെ പരിപാടിയുള്ളതാ. ഈ പാവാട ഭയങ്കര ചെറുതാ അജനെ. എന്റെ പൊന്നുമോളെ, നീ നാട്ടിലെ ഇതൊന്നും ഇടാറില്ല. നിന്നെ എവിടെയെങ്കിലും കുറച്ച് മോഡേൺ ആയിട്ട് കാണുമെന്ന് വിചാരിച്ചിട്ടല്ലേ. എന്റെ ഒരു ആഗ്രഹമല്ലേ, പ്ലീസ്. എങ്കിലേ നീ അങ്ങനെയുള്ളവളുമാരെ പോയി പ്രേമിക്ക്. അത് പിന്നെ അവർക്കാർക്കും നിന്റെ അത്ര സൗന്ദര്യമില്ലോ മേഘേ. ഇത്രയും സൗന്ദര്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാനിത് എന്തിനായിരുന്നു അജനെ? സാധാരണഗതിയിൽ നീ ഇങ്ങനെ, ഇനിയിപ്പോ നീ ഇതൊക്കെ ഇട്ടിട്ട് വന്ന എന്റെ പൊന്നോ. സമ്മതിക്കില്ലല്ലേ? ഒരാഗ്രഹല്ലേ. ഓക്കെ. അല്ല, നിനക്ക് ഇവിടെ ഒന്നും അറിയ പോരെ? പറ്റില്ല, ഞാൻ ഉള്ളി കയറി ഇതിട്ടിട്ട് ഓക്കെ ആണെങ്കിൽ നീ കണ്ടാ മതി. എന്താ മേഘേ? എങ്ങനെ പറ്റൂ? പ്രശ്നമുണ്ടോ? ഇല്ല, അങ്ങനെയെങ്കിൽ അങ്ങനെ. ശരി. എടി, എന്തു സ്വഭാവാടി. അവളിരുന്നു കുറച്ചു കാര്യം കണ്ടോട്ടെന്ന് വിചാരിച്ച് പാക്കാണെന്ന് കാണിക്കുന്നോ? ശരി, ഞാൻ സോഫയിലിരിക്കാം. നീ വാതിൽ തുറക്ക്. ഇല്ല, നിന്റെ ചാൻസ് പോയി. നീ അവിടെ വെയിറ്റ് ചെയ്തു. നീ ആ പെട്ടികളൊന്നും ഒതുക്കി വെച്ചേ. ഞാൻ വന്നപ്പോ തൊട്ട് പറയുന്നതാ. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കറിയായിരുന്നു നീ എന്തെങ്കിലും ഇതുപോലെ കൊണ്ടുവരുമെന്ന്. പക്ഷെ അത് സിൻസ്യൂട്ട് വല്ലതാണെന്നാ ഞാൻ വിചാരിച്ചേ. ഇതാ ഞാൻ നിനക്ക് ഒരു സർപ്രൈസും തരാത്തെ. നീ എല്ലാം കുത്തിരുന്ന് ആലോചിച്ച് കണ്ടുപിടിക്കും. എന്റെ മോളെ, സീന് കൊള്ളാം. വാ. ഞാനിതൊന്ന് ഒതുക്കി വെക്കാൻ പറഞ്ഞതല്ലേ എന്റെ അജിനെ? അത് ഞാൻ ഓൾറെഡി ഒതുക്കി വെക്കാൻ പോയതാ. പിന്നെ നീ പറഞ്ഞപ്പോ അതിന് മൂഡ് പോയി. പിന്നെ യു ലുക്ക് സോ ഹോട്ട്. താങ്ക്സ്. മതിയല്ലോ, ഞാൻ പോയി മാറ്റിയിട്ട് വരട്ടെ. അല്ല, മാറ്റാൻ തന്നെയാണ് എന്റെ പ്ലാൻ. വേണ്ട വേണ്ട, എനിക്കൊരു മൂഡില്ല. എന്തു പറ്റി? മൂഡില്ല, അത്ര തന്നെ. എന്നാ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊന്ന് പുറത്തു വിട്ട് വരാം. ഒന്ന് കറങ്ങി വരെ ശരിയായാലോ? കനിമൊഴിയേ എന്നോ എന്നിൽ നിറയഴകായി വന്നുമല്ലേ, ആരാരും കാണാതുള്ളിൽ ആവോളം നീന്നില്ലേ നെഞ്ചോരമീ കൺപീലികൾ കൽഹാര മലർമാലയായി പോലും ഏതോ കാറ്റിൽ മായും നേരം നീയും ഞാനും ഈ വാനവും പ്രാണൻ പോലെ എന്നൊറ്റ നിഴൽ വെൺപകൽ പൊന്നാമ്പലേ.
ഞാൻ അവിടെ എല്ലാം നോക്കി. ഫോൺ എടുക്കൊണ്ട് പോയോ? നീ എഴുന്നേറ്റോ? റൂം സർവീസ് വന്ന് വിളിച്ചു. ആ റൂം സർവീസ് പറഞ്ഞിരുന്നോ? അച്ഛൻ പറഞ്ഞില്ല. ഇല്ല. അയ്യോ എന്തു പറ്റി? ഇല്ല, പറയാതെ ഒന്നല്ലേ, ചിലപ്പോ പറ്റിച്ചാണെങ്കിലോ. ഒന്നും പോയിട്ടില്ലല്ലോ അല്ലേ? ഞാൻ നോക്കാം. എല്ലാം ഇല്ലേ? ഇല്ല, ഒന്നും പോയിട്ടില്ല, എല്ലാം ഉണ്ട്. ആ, നല്ല സർവീസ് അല്ലേ? എല്ലാ ദിവസവും രാവിലെ വന്ന് ക്ലീൻ ആക്കിയിട്ട് പോന്ന. രാവിലെയാ? സമയം ഉച്ചയായി. ഇന്നലെ എപ്പോഴും കിടന്നെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഉറങ്ങിയത് അവിടെ ഇരിക്കട്ടെ, എന്തൊക്കെയാ നടന്നേന്ന് ഓർമ്മയുണ്ടോ? അല്ല, ആളെ കണ്ട അറിയില്ലല്ലോ ഇത്രക്കൊക്കെ കഴിവുള്ള ആളാന്ന്. കഴിക്കണ്ടേ? ആ കഴിക്കാം, നമുക്കെന്നാ പൂൾ സൈഡിൽ പോയി കഴിക്കാം. ഓക്കെ. അല്ലൊരു സംശയം, ഞാൻ ബാഗ് തുറക്കാൻ വന്നപ്പോ നീ എന്തിനാ പാനിക്കേ? പാനിക്കോ? ഞാനാ? കള്ളത്തരം വേണ്ട, പറ എന്താ ബാഗില്? ഒന്നുമില്ല. നോക്കട്ടെ. എടി ഒന്നുമില്ല, നിനക്ക് തന്നെ വിശ്വാസമില്ലേ? നോക്കട്ടെ. എടി ഒന്നും നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയാം. ഇതാണ്ടോ സ്വിം സൂട്ടാ, നിനക്ക് ബീച്ചിലെ പൂളിൽ പോകുമ്പോ ഇടാലോ, അതാ. മേഘേ, മേഘ, എടി മേഘ എന്താ? ഞാൻ എന്തിടണമെന്ന് തീരുമാനിക്കുന്ന ആ രാജൻ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. പിന്നെ? എടി എടി നിന്നെ ഡ്രസ്സിലാണാൻ എനിക്കൊരു ആഗ്രഹം തോന്നി, അത്രേ ഉള്ളൂ. പിന്നെ നീ പറഞ്ഞ വേണമെങ്കിൽ ഞാനും ബീച്ചിലേക്ക് ഷോർട്സ് ഇടില്ലേ? That's because you do it anyway. എടി എന്ന് വെച്ച് ഞാൻ നിന്റെ ഇഷ്ടത്തിന് വല്ലതിനും എതിര് നിന്നുണ്ടോ? പറ. Don't get me started, കേട്ടോ? എടി പറ, എന്താ? ഇന്ന് ആ മോതിരം കണ്ടില്ലേ? അപ്പൊ നിന്റെ എക്സ്പ്രഷൻ ഞാൻ കണ്ടില്ലെന്ന നിന്റെ വിചാരം? എടി നിനക്കത് ഇഷ്ടമായെങ്കിൽ എടുക്കാറുന്നല്ലോ, പിന്നെന്താ? ഓ, മോതിരത്തെ പറ്റിട്ടല്ല ഞാൻ. Forget it. എന്റെ പൊന്നെ, എടി നീ ഒന്ന് തെളിച്ചു പറ മേഘ. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല ജനെ. ഓ, കല്യാണക്കാരിയാണോ? എടി എടി അതൊരു ഡ്രസ്സ് മേടിക്കുന്ന പോലെ എളുപ്പമുള്ള കേസാണോ? എനിക്കറിയാം, പക്ഷേ ഇതേവരെ ഇതിനെ പറ്റിയിട്ട് ഞാനല്ലാതെ നീ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അത് മാത്രം നീ പറയരുത്, കാര്യം എന്റെ മനസ്സിൽ എപ്പോഴുള്ള കാര്യമാണിത്. എടി നീ അത് ഓവർ തിങ്ക് ചെയ്തിട്ട് മുന്നേ കണ്ടുപിടിച്ചോണ്ട് വരും, ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണോ നീ ഇതുവരെ? എടി യു നോ വാട്ട്, ഐ ആം ഗോണ കോൾ യുവർ മോം റൈറ്റ് നൗ. നമുക്ക് നാട്ടിൽ ചെന്നിട്ട് എന്തായാലും സംസാരിക്കാം, പോരെ? ഇതൊക്കെ ചോദിച്ച് വാങ്ങിക്കണമെന്ന് ആലോചിക്കുമ്പോ ഉണ്ടല്ലോ, എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. യു നോ വാട്ട്, ഐ നീഡ് സം ടൈം. എന്റെ പിറകെ വരണ്ട. I'll talk to you later. എടി ഇത്ര ദേഷ്യപ്പെടവിടെ എന്താ ഉണ്ടായേ? ഓ, ഇനി എന്റെ വികാരങ്ങളോട് നിന്റെ ഇഷ്ടത്തിന് വേണോ അജിനെ? മാറി നിൽക്ക.
എന്താ ദേഷ്യാണോ? എക്സ്ക്യൂസ് മീ. അല്ല, ഇപ്പോഴും നിനക്ക് എൻ്റെ അടുത്ത് പിണക്കാണോന്ന്? പിണക്കോ? മനസ്സിലായില്ല. ഇപ്പം അങ്ങനെയല്ലേ? അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു നിനക്ക് എൻ്റെ അടുത്ത് ഒരുപാട് നേരം പിണങ്ങിരിക്കാൻ പറ്റില്ല എന്ന്. അല്ല, ഇതെന്ത് ഈ ഡ്രസ്സിലൊക്കെ? അത്ഭുതമാണല്ലോ. എടോ വാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് റൂമിൽ പോവാം. ചിനാറി, അനാവശ്യം പറയുന്നോ? അനാവശ്യോ? എന്താനാവശ്യം? നമ്മുടെ റൂമല്ലേ? നമ്മുടെ റൂമോ? എന്നെ റൂമിലേക്ക് കളിക്കാൻ താൻ ആരാടോ? മേഘ, ഇങ്ങനെ സംസാരിക്കല്ലേ, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. പോരത്തിന് പരിചയമില്ലാത്ത സ്ഥലം. നല്ല ഇടി കിട്ടും. തനിക്ക് നല്ല രണ്ടെണ്ണം കിട്ടണം. ഞരമ്പുരോഗി. നീ എന്തൊക്കെ പറഞ്ഞു? എന്താ പ്രശ്നം? അയ്യോ ചേട്ടാ, ഒന്നുമില്ല. അത് താനല്ലേ പറയേണ്ടത്. എന്താ പ്രശ്നം? ഞാൻ ഇയാളുടെ കൂടെ റൂമിലേക്ക് ചെല്ലണമെന്ന്. എന്താടോ തന്റെ പ്രശ്നം? ചേട്ടാ, ഇവളെന്നെ കാമുകിയ. ഞങ്ങൾ ഒരുമിച്ച് തായ്ലൻഡിൽ വന്നു. എന്റെ ദൈവമേ, എനിക്ക് ഇയാളെ അറിയ പോലുമില്ല. ഞാൻ ആദ്യമായിട്ട് ഇയാളെ ഇപ്പൊ കാണുന്നേ. മേഘ, നീ തമാശകളി നിർത്ത്. എനിക്ക് നല്ല ടെൻഷനാവുണ്ട്. ഇയാളിങ്ങി വന്നേ പറയട്ടെ. അതിന് താനേതാ? താൻ പോയേ. എടി നമുക്ക് ഇയാളിങ്ങി വന്നേ പറയട്ടെ. ഇയാൾ ഇവിടെ തന്നെ കാണുമല്ലോ. എനിക്കൊരു 2 മിനിറ്റ് താ, ഇപ്പൊ ശരിയാക്കി തരാം. കയ്യാനൊക്കെ പറയട്ടെ ആശാനെങ്കിൽ വാ. നിങ്ങൾക്ക് ഈ കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം എന്നതിലൊക്കെ വിശ്വാസമുണ്ടോ? മനസ്സിലായില്ല. ഈ കുങ് ഫായിങ് എന്ന് കേട്ടിട്ടുണ്ടോ? കുൻ ഫായ കുൻ എന്ന് കേട്ടിട്ടുണ്ട്. എന്താ? ഈ കുങ് ഫായിങ് എന്ന് പറയുന്നത് ഈ തായ്ലൻഡിലൊക്കെ പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യ കഥാപാത്രമാണ്. പുള്ളിക്ക് ഈ ആൾക്കാരുടെ മനസ്സ് മാറ്റാനുള്ള സിദ്ധി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എടോ, ഇതൊക്കെ താൻ എന്തിനാ എൻ്റെ അടുത്ത് പറയണേ? പുള്ളിയുടെ സിദ്ധികളെ ആരാധിച്ച് ആവാഹിച്ച പലരും ഈ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അതിന് നിങ്ങളുടെ കാമുകിയും അത്തരത്തിലുള്ളൊരു കൂടോത്തരത്തിന് ഇരയാവാനാണ് സാധ്യത. എടോ, താൻ എന്തൊക്കെയാ പറയുന്നേ? ഇതൊക്കെ ഉള്ളതാണോ? ഇതൊക്കെ ഈ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കൂ? ആ കുട്ടി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ടൈപ്പാണോ? അല്ല, തനിക്കത് നങ് വാങ് തോങ് എന്ന പെണ്ണിനെ സ്വന്തമാക്കാൻ അയാളുടെ എതിരാളി പണവും സ്വത്തുമൊക്കെ ഉപയോഗിച്ചപ്പോൾ അവളുടെ മനസ്സ് മാറ്റുന്ന സിദ്ധി കൊണ്ട് അവളെ സ്വന്തമാക്കിയ കഥയുണ്ട്. പല യുദ്ധങ്ങളിലും എതിരാളികളുടെ മനസ്സ് മാറ്റി അയാൾക്കൊപ്പം ചേർത്തിട്ടുണ്ട്. അല്ല, അവരെന്തിനാ എന്നെ, അവളെ? പല കാര്യങ്ങളുണ്ടാവാം. ഒരുപക്ഷെ അവളെ സ്വന്തമാക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ത്രില്ലിന്. ഒറ്റ രാത്രിക്കപ്പുറം പലതും നിൽക്കാറില്ല. പക്ഷേ ചിലർ എന്നേക്കുമായി. മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉള്ളിലെ സ്നേഹത്തിന് വിള്ളൽ വീഴുമ്പോൾ ആ ഇടവുകളിലേക്ക് ഈ മന്ത്രങ്ങൾ ഇഴഞ്ഞു കയറും. ഞാനവളെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകും. ഞാൻ എല്ലാ സുഹൃത്തുക്കൾക്കും എന്നെ അറിയാം, അവളെ അറിയാം. ഞാൻ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കും. ദാറ്റ്സ് ഇറ്റ്. ഒരു പെണ്ണിനെ അവളുടെ സമ്മതമില്ലാതെ ഇയാൾ എങ്ങനെ രാജ്യം കടത്തും? രാജ്യം പോട്ടെ, ഈ ഹോട്ടലിൽ നിന്ന് എങ്ങനെ കൊണ്ടുപോകും? ചികിത്സ കൊണ്ട് ഇയാൾക്ക് ചിലപ്പോൾ അവളുടെ ഓർമ്മകൾ കൊണ്ടുവന്ന് നിൽക്കാം. പക്ഷേ സ്നേഹമോ? ഹേയ്, വിഷമിക്കേണ്ട, പരിഹാരമുണ്ട്. നിങ്ങളെ സംശയങ്ങളൊക്കെ മാറ്റുന്ന, അവളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അവളെ കാണിച്ചാൽ മതി. നമ്മൾ ഈ മുത്തശ്ശി കഥകളൊക്കെ മുദ്ര കാണിക്കത്തില്ലേ, അതുപോലെ എന്തെങ്കിലും. സത്യം പറഞ്ഞാൽ അവളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ വിവാഹം. പക്ഷെ ഞാനതിനൊന്നും തയ്യാറായിട്ടില്ല എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. കണ്ടോ,
കാണിച്ച് സർപ്രൈസ് കൊടുത്ത് അതെല്ലാം മാറ്റാന്നായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോഴേക്കും ഇത് കൊള്ളാം. ഇതിനപ്പുറം അവൾ വേറൊന്നും ആഗ്രഹിച്ചിരുന്നു ഉറപ്പാണോ? ഉറപ്പാ. എനിക്ക് നല്ല വിശപ്പുണ്ട്. അതൊന്ന് വന്നോട്ടെ. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്രഷ് ഫിഷ് ഗ്രില്ലാണ്. പിന്നെ ഞാൻ മേഘനെ കണ്ടപ്പോൾ തൊട്ട് മനസ്സിൽ എന്തോ ഒരു ഇതാണ്. ഐ തിങ്ക് യു ആർ ദ റൈറ്റ് വൺ എന്നൊരു തോന്നൽ. സെയിം ഹിയർ. എനിക്കും അങ്ങനെ തന്നെ. ഞാനിത് ആദ്യമായിട്ടാ കാണുന്ന ഡേ തന്നെ ഡേറ്റിംഗ്. ഇതിന് ഡേറ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഡിന്നർ. ട്രൂ. പിന്നെ ഡേറ്റിംഗ് ഒക്കെ പിന്നെയല്ലേ. Megha, you know, this fish has aphrodisiac properties. Oh, really? Yeah. Have a bite. Sure. How is it? Nice. You also have some. Yeah, sure. ഇതെന്താ? Megha, relax. Calm down. I'll do it. Yeah. അജിനെ
I'm sorry. I'm sorry. എനിക്ക് നീയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്നറിയാൻ നിനക്ക് ഇങ്ങനത്തെ ഒരു ഡ്രാമ കൊണ്ടുവന്നോ? ഡ്രാമയോ? നീ എന്തൊക്കെ പറയുന്നേ? നോക്ക്, റെസ്റ്റോറന്റ് കഴിച്ചോണ്ടിരുന്നപ്പോ എന്താ കണ്ടേ നോക്ക്. നീ ഇതെങ്ങനെയാ ഇതിന്റെ ഉള്ളിൽ വെച്ചേ? എന്നിട്ട് എനിക്ക് സർപ്രൈസ് ചെയ്യാതെ നീ എങ്ങോട്ടാ പോയേ? എന്നാലും മുത്തശ്ശിയുടെ മോതിരം വേണ്ടി വന്നല്ലേ നിനക്ക് മീനിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് സർപ്രൈസ് തരാൻ. Will you marry me?